Now comes today's one of the most cutest performance. Our youngest little ones along with their teachers are ready to spread joy and smiles through the dance for the song Hututu. Let us welcome all the tiny stars with a big applause and lots of love as they stride up the stage. Welcome playgroup students and their teachers for the song Hututu. Next, I would like to welcome the chief guest onto the stage. Ladies and gentlemen, we now come to one of the most exciting moments of this evening. We are truly honored to invite our respected chief guest, Advocate Dr. Jitesh Ji, the world's fastest performing cartoonist, world record holder in speed drawing, title winner of History, Man of India, who turns ideas into art in seconds, to mesmerize us with his incredible talent. Sir, we kindly request you to grace the stage with your wonderful performance. Good evening. I need a warm, energetic good evening. Hi to all. എല്ലാരും ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുകയാണോ? നിങ്ങൾ obviously you have witnessed dance performance, music performance. അടുത്തത് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ എക്സ്പെക്ട് ചെയ്യുകയോ കാണുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അതൊരു കലാരൂപമായി സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമായിരുന്നില്ല. അതിന് പേറ്റന്റ് എനിക്കാണ്. അതിന്റെ പേരാണ് വരയരങ്ങ്. ഇംഗ്ലീഷിൽ അതിന് റാപ്പ് സ്കെച്ച് ത്രില്ലർ എന്ന് പറയും. റാപ്പ് സ്കെച്ച്, വേഗത്തിൽ ചിത്രം വരയ്ക്കുന്നു. എനിക്കൊരു വേൾഡ് റെക്കോർഡുണ്ട്. ആ വേൾഡ് റെക്കോർഡ് എന്തോന്ന് ചോദിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് 100 പ്രശസ്ത വ്യക്തികളെ, ഇന്റർനാഷണൽ സെലിബ്രിറ്റീസിനെ സ്റ്റേജിൽ വരച്ചതാണ്. അത് പക്ഷേ 10-20 ബോർഡ് വെച്ചിട്ടാണ്. ഇവിടെ അത്രയും ബോർഡും കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിലും വരയ്ക്കാൻ പോകുന്നവരിൽ ഫിലിം സ്റ്റാർസ് ഉണ്ടാവും, ക്രിക്കറ്റ് സ്റ്റാർസ് ഉണ്ടാവും, പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും. യു ക്യാൻ സജസ്റ്റ്. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശ്രീധർ സാറിനെയോ അതല്ലെങ്കിൽ ഡെന്നിസ് സാറിനെയോ ഒക്കെ വരയ്ക്കാനാണെങ്കിൽ വളരെ എളുപ്പമുള്ള മുഖമാണ് ഡെന്നിസ് സാറിനെ. ഡെന്നിസ്, അപ്പോ നമുക്ക് തുടങ്ങാം. ഒരു കണ്ടീഷൻ, നിങ്ങളൊക്കെ എന്റെ ഇൻസ്റ്റ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഇൻസ്റ്റയിൽ വേറൊരു റെക്കോർഡുണ്ട്. യു സെർച്ച് ഓൺ ഇൻസ്റ്റ. എന്റെ ഇൻസ്റ്റയിലെ വ്യൂസ് എത്രയാണെന്ന് ചോദിച്ചാൽ 205 ലക്ഷമാണ്. 21 മില്യൺ. നിങ്ങൾ വെറുതെ ഗൂഗിളിലോട്ട് ജിതേഷ് ജി അല്ലെങ്കിൽ ഇൻസ്റ്റയിലോട്ട് JITHESJ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കാണാൻ കഴിയും. ആ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രിയെ 8 സെക്കൻഡ് കൊണ്ട് വരച്ചതാണ്. മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഒരു ക്ലൂ തരാം. 1923 ജനിച്ച ആളാണ്. ഒക്ടോബർ 20 ജന്മദിനം. 11ാമത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ ജൂലൈ 21 അന്തരിച്ചു. ആരായിരിക്കും? അതെ, ആരായിരിക്കും? പലരും കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിലും മാവേലി മുതൽ, പണ്ട് മാവേലി ഭരിച്ചു, പേരിൽ വേലിയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഭരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ്. അപ്പൊ അത് മുതൽ ഇങ്ങോട്ട് ചിലപ്പോ സിനിമാ താരങ്ങൾ കാണും. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ റെഡിയാണോ? ഏതാനും സെക്കൻഡുകൾ, 1 സെക്കൻഡ് പോലും ഡോണ്ട് ബ്ലിങ്ക് യുവർ ഐസ്. റെഡിയാണോ? അപ്പൊ ബഹുമാനായ എന്റെ ഏറ്റവും അടുത്ത ചങ്ക് സ്നേഹിതനായിരുന്ന, അഭിഭാഷകനായിരുന്ന, ഇപ്പൊ ആദരണീയനായ ബഹുമാനായ ഓണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ് ബിജുകുമാർ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ എന്റെ സുഹൃത്ത് മുജീബ് റഹ്മാൻ ഉണ്ട്, ശ്രീധർ സാറുണ്ട്, ശ്രീധർ രാജേഷ്, അതുപോലെ ഡാനിസ് ഉണ്ട്, അതുപോലെ പ്രിയപ്പെട്ട ഷുക്കൂർ സാറുണ്ട്, ഷുക്കൂർ സാറിന്റെ വൈഫ് മഞ്ജു ടീച്ചറുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മരിയമുണ്ട്. അപ്പോ തുടങ്ങാം. അപ്പൊ തുടങ്ങണമെങ്കിലേ നിങ്ങളെല്ലാം മരിയ മോണ്ടിസോറിയെ ഇഷ്ടപ്പെടുന്നവരും ഈ പ്രത്യേകമായ വിദ്യാഭ്യാസ ശൈലിയിലേക്ക് വന്നവരും ഒക്കെയാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ?
Are you great listeners? Are you great listeners? Yes or no? Yes. അപ്പൊ ഗ്രേറ്റ് ലിസണേഴ്സ് ആണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന്റെ പരിപാടിക്ക് മാത്രം കൈയടിക്കാൻ വന്നാൽ നിങ്ങൾ സംസ്കാരം ഇല്ലാത്തവരാണ്. അയലോക്കത്തെ കുട്ടിയുടെ പരിപാടിക്കും കൈയടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ യാതൊരു കൾച്ചറും ഇല്ല. ദി ബ്രീഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോ എടുക്കാം, ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പോസ്റ്റ് ചെയ്ത പല വീഡിയോകളും മില്യൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി? അപ്പോ ഇത് ഒരു വരയുടെ പെർഫോമൻസ് അല്ല. ഇതെന്താന്ന് ചോദിച്ചാൽ ഒരു ബ്രെയിൻ പവറിന്റെ പെർഫോമൻസ് ആണ്. I'm an ambidextrous. What do you mean by ambidextrous? Do you know the meaning of the word ambidextrous? Ambidextrous means a person who can draw and write with both hands at the same time. രണ്ട് കൈകൾ ഒരുപോലെ ഉപയോഗിച്ച് വരയ്ക്കാനും എഴുതാനും കഴിയുന്നവരെയാണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്ക് നമുക്കെല്ലാവർക്കും ബ്രെയിനിന് രണ്ട് വശമുണ്ട്. ഈ രണ്ട് വശവും ഒരേപോലെ പവർ എൻഹാൻസ് ചെയ്താൽ അത് ഒരുപാട് ഗുണമുണ്ടാവും. 800 കോടി ജനങ്ങളിൽ 1% ആളിന് മാത്രമേ ആംബിഡെക്സ്ട്രസ് ആയിട്ടുള്ളൂ. പക്ഷെ ലോകമെമ്പാടും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഐ ഹാവ് ബീൻ ടു മോർ ദാൻ 25 countries to perform my rap stage shows. ആ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോ രണ്ട് കൈ കൊണ്ട് കുട്ടികളെ ഡബിൾ ഡൂഡ്ലിംഗ് നടത്തുന്നു. എന്തുകൊണ്ടാണ്? ബ്രെയിൻ പവർ എൻഹാൻസ് ചെയ്യാൻ. അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ച് ഒരു സെക്കൻഡ് പോലും കണ്ണു ചെമ്മരുത്. നിങ്ങളുടെ കൈയടിയാണ് എന്റെ വേഗത വർദ്ധിപ്പിക്കുന്നത്. വീട്ടിൽ ചെന്നാൽ നിങ്ങളെയും കുട്ടികളെ കൊണ്ട് രണ്ട് കൈകൊണ്ടും എഴുതിപ്പിക്കുകയും വരപ്പിക്കുകയും ഒക്കെ ചെയ്യണം. ഏതായാലും അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് 1-2 പേര് ഇങ്ങോട്ട് വന്നാൽ സന്തോഷം. അപ്പോ കുട്ടിയെ കൊണ്ട് രണ്ട് കൈകൊണ്ട് പേരെങ്കിലും എഴുതിപ്പിക്കണം കേട്ടോ. ഇപ്പൊ എന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. JITHESHJ. If you enhance your brain power, obviously your memory power will be enhanced. അപ്പൊ അതുകൊണ്ട് മെമ്മറി എൻഹാൻസ് ചെയ്യുന്നതും ബ്രെയിൻ പവർ എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് രണ്ട് കൈ കൊണ്ടുള്ള വര. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എന്റെ ജില്ലയിൽ ജനിച്ച മലയാള സിനിമയുടെ ഒരു താരരാജാവിനെ വരയ്ക്കുക. ആരായിരിക്കും? ഉത്തരവില്ലേ? 1960 മെയ് മാസം 21-ാം തീയതി പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനായി ഇടവ മാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച മലയാള സിനിമയുടെ താരരാജാവ് ആരാണ്? ഏറ്റവും ഏത് പ്രായമായ 90 വയസ്സായ ആളിനും ഇപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് തുടരും സിനിമയിലെ ഡാൻസ്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. അപ്പല്ലേ എല്ലാവർക്കും എന്ത് എളുപ്പമാണ് അല്ലേ? അപ്പൊ ഇനി ആരെ വരയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ വേണം? കേരളത്തിന് മുഖ്യമന്ത്രിയുടെ പേര് പറയൂ. അതോ സിനിമാ താരം വേണോ? ഫുട്ബോൾ താരം വേണോ? വളരെ ഫാസ്റ്റ് ആയിട്ട് രജനീകാന്ത്. ശരി, രജനീകാന്തിന്റെ മ്യൂസിക് ഉണ്ടോ? 1950 ജനനം. ഡിസംബർ മാസം 11-ാം തീയതിയാണ് ജനനം.
ഡിസംബർ 12-നാണ് ജനനം. ഡിസംബർ 12 രജനീകാന്തിന്റെ ജന്മദിനം. സജഷൻസ് നിങ്ങൾക്കും പറയാം കേട്ടോ. സജഷൻസ് കൊച്ചു കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി 2 കാർട്ടൂൺ കഥാപാത്രങ്ങളായാലോ? കാർട്ടൂൺ കഥാപാത്രങ്ങൾ വായിച്ചോളൂ. വേഗത വായിക്കുന്നതിനില്ലാത്തതുകൊണ്ടാണ് എനിക്ക് സ്ലോ ആവുന്നത്. വാട്ട്സ് ദ ലാംഗ്വേജ് ഓഫ് ന്യൂ ജനറേഷൻ? ഐ വുഡ് സേ ഇറ്റ്സ് എ C+ language. What do you mean by C+ language? The word cinema starts with the C. The word cricket starts with the Z. The word computer starts with the Z. Chatting starts with the Z. കാർട്ടൂൺ സ്റ്റാർട്സ് വിത്ത് ദി. സിയിൽ ആരംഭിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പുതിയ ജനറേഷൻ ഇഷ്ടം. നമ്മുടെ ജനറേഷനും എല്ലാം 50 വയസ്സ് കഴിഞ്ഞവരുടെ ജനറേഷനുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും 2009, 2010 ജനിച്ച കുട്ടികളുടെ ജനറേഷൻ എന്താണെന്നറിയാമോ? എന്തോ ഐ ജനറേഷൻ അല്ലെങ്കിൽ ജെൻസി എന്ന് പറയും. പക്ഷെ ജെൻസിയും കഴിഞ്ഞുള്ള ജനറേഷനാണ് ഐ ജനറേഷൻ അല്ലെങ്കിൽ ആൽഫ കിഡ്സ് എന്ന് പറയും. ഈ ആൽഫ കിഡ്സിന് വളരെ വേഗതയാണ് ഇഷ്ടം. ആൽഫ കിഡ്സും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോ പുതിയ ജനറേഷൻ ആളുകളോട് ചോദിച്ചാൽ ഹൗ മെനി ഓഫ് യു ആർ ഡൈ ഹാർഡ് ഫാൻസ് ഓഫ് BTS, ജംഗുക്, ജിമിൻ, RM, V? ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു കൊട സമ്മാനം തരാൻ പോവാണ്. ഇവിടെ ഇരിക്കുന്ന ആൽഫ കിഡ്സിലെ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി 7 പേരിൽ ഒരു 5 പേരുടെയെങ്കിലും BTSലെ ആളുകളുടെ പേര് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സമ്മാനം തരാം. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. ആരെങ്കിലും ഉണ്ടെ സ്റ്റേജിലോട്ട് വരൂ. 10ാം ക്ലാസ്സിനകത്തുള്ള മോക്കറിയോ BTS? അറിയോ ഡൈ ഹാർഡ് ഫാൻ ഓഫ് BTS? ആരെങ്കിലും? ഇതെന്താ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ 57 പിള്ളേരാ ചാടി വന്നു. സമ്മാനം കൊട തികഞ്ഞില്ല കൊടുക്കാൻ. ഇതെന്താ ഇവിടെ ഇങ്ങനെ? ഓക്കെ, പേടിക്കരുത്. നോളജ് ഈസ് ജസ്റ്റ് എ 9-letter word, but confidence is a 10-letter word. നോളജ് കൊണ്ട് മാത്രമൊന്നും ഈ ഭൂലോകത്ത് ആരും വിജയിച്ച ഒരു ഉദാഹരണവും ഇല്ല. വിജയിക്കുന്നതെല്ലാം കോൺഫിഡൻസ് ഉള്ളവരാ. ലോകത്തെ ഏറ്റവും മഹാന്മാരായ 100 പേരുടെ പേരിട്ട് എടുത്താൽ അവരാരും 10ലോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലോ 1ാം റാങ്ക് വാങ്ങിച്ചവരല്ല. ഡൊണാൾഡ് ട്രംപ് ഏത് പരീക്ഷയിലാണ് 1ാം റാങ്ക്? എലോൺ മസ്ക് ഏത് പരീക്ഷയിലാണ് 1ാം റാങ്ക്? നരേന്ദ്രമോദി ഏത് പരീക്ഷയിലാണ് 1ാം റാങ്ക്? പിണറായി വിജയൻ ഏത് പരീക്ഷയിലാണ് 1ാം റാങ്ക്? ചുമ്മാ തന്നെ നമ്മളെ ഭരിക്കുന്നവരെല്ലാം കോൺഫിഡൻസ് കൊണ്ട് നമ്മളെ ഭരിക്കുകയാണ്. ആത്മവിശ്വാസം, അതാണ് ലോകത്ത് വിജയിക്കാനുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ആത്മവിശ്വാസമുള്ളവർ കയറി ഇങ്ങോട്ട് വാ. ആത്മവിശ്വാസമുള്ള ഒരാൾ വിടില്ലേ? 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഏതെങ്കിലും ഒരാൾ. പ്രീതി ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചറൊക്കെ പഠിപ്പിച്ച കോളേജ് ചെന്നപ്പോ എത്ര പേരാ ചാടി വന്നതെന്നറിയോ? ആയുർവേദ കോളേജ് ചെന്നപ്പോ പെട്ടെന്ന് വരും. കൊടയിങ്ങെടുത്തേ. കൊട കണ്ടാലെങ്കിലും ആരെങ്കിലും വരുമെന്ന് നോക്കട്ടെ. അതാ ഒരാൾ ഓടി വരുന്നു. ഇങ്ങോട്ട് വന്നാണോ? അയ്യോ, ഇതെന്റെ വല്യച്ഛൻ ഒരു MLA ഉണ്ടായിരുന്നു കേട്ടോ. ആ MLA 5 വർഷവും വായനക്കില്ല. നമ്മുടെ ബിജുകുമാർ ജഡ്ജിനറിയാം. 5 വർഷമായപ്പോ നിയമസഭയിൽ ഒന്ന് എഴുന്നേറ്റു. അപ്പൊ എല്ലാരും വിചാരിച്ചു അദ്ദേഹം പ്രസംഗിക്കാനാണ്. അപ്പോൾ ഉടനെ സ്പീക്കർ പറഞ്ഞു, നമ്മുടെ ചേട്ടൻ MLA ആദ്യമായി എഴുന്നേറ്റിരിക്കുന്നു, അദ്ദേഹം എന്തേലും പ്രസംഗിക്കുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാനല്ല, എന്റെ മുണ്ടഴിഞ്ഞു പോയി, അതൊന്ന് ഉടുക്കാൻ എഴുന്നേറ്റതാ എന്ന് പറഞ്ഞാൽ ഒരു മോള് ചാടി ഇങ്ങോട്ട് വരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തോ ആരെയും ഡൈ ഹാർഡ് ഫാൻ ഓഫ് BTS? ചുമ്മാ വന്നാണോ? എന്നാൽ ഇവിടം വരെ വന്നതിനൊരു സമ്മാനം. കൊട വേണ്ട, വേറെ എന്തെങ്കിലും സമ്മാനം. കൊട കിട്ടാൻ ആരുമില്ലേ ഇവിടെ? കൊട കിട്ടാനുള്ള യോഗ്യതയുള്ള ഒരാളുമില്ലേ? അയ്യോ, ഞാൻ ഇന്നലെ പോയ സ്കൂളിലും ഒരു 10-15 പേരാ ചാടി വന്നത്. ഇവിടെ എന്താ ഇങ്ങനെ? പോട്ടെ, വിജയിയുടെ 5 സിനിമ പറയാൻ അറിയാവുന്ന ഒരാളിലും ഉണ്ടോ? ഓടിവാ.
ഇവിടെ നിങ്ങൾ രക്ഷകർത്താക്കൾ ഇങ്ങനെ എല്ലാം ബുദ്ധിജീവികളും പണമുള്ളവരുമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചുമ്മാ ഇരിക്കാതാണോ? നിങ്ങളൊന്ന് ഉഷാറായേ. നിങ്ങളെ എന്താ നിങ്ങളൊന്ന് ഒരു ഇങ്ങനെ വിഷമിച്ചങ്ങ് ഇരിക്കുന്നത് എന്താ ഇതെന്താ പറ്റി? തെറ്റ് പറ്റുമെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യേ? കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ല? അതെല്ലാരും ഒരുങ്ങിയിരിക്കുകയാണോ? BTSന്റെ ആളുകളുടെ പേര് പറയാൻ അറിയാമോ? പിന്നെന്താ ഇവിടെ ഇരിക്കുന്ന കൊട വേണ്ടേ? ഇവിടാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം, പക്ഷെ സ്റ്റേജിലോട്ട് വരാനുള്ള കോൺഫിഡൻസ് ഇല്ല. മോക്കറിയോ? മോക്കറിയോ? നല്ലൊരു ഗൈഡ് കൊടുത്തേ. 2 കൊടക്കുള്ള ആള് വന്നിരിക്കുന്നു. നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഞാൻ ഏതാനും സമയമേ ഇവിടെ പെർഫോം ചെയ്യത്തുള്ളൂ. ആ പെർഫോം ചെയ്യുന്ന സമയം നിങ്ങളുടെ റേഞ്ച് ഒന്ന് നോക്കട്ടെ. നിങ്ങളുടെ കുട്ടികളുടെ മോള് ഇങ്ങ് വന്നേ. വാട്ട് ക്ലാസ് ആർ യു ഇൻ? 9th. വാട്ട് സ്കൂൾ ആർ യു ഇൻ? ഈ സ്കൂളിലെ കുട്ടിയല്ലോ അല്ലേ? ഇവിടെ ആരാണ് പഠിക്കുന്നത്? സിസ്റ്റർ. ആർ യു ഡൈഹാർഡ് ഫാൻ ഓഫ് BTS? ഹൗ മെനി മെമ്പേഴ്സ് ഇൻ BTS? 7 മെമ്പേഴ്സ് ആണ് BTS, കൊറിയൻ BTS ബാൻഡിലുള്ളത്. നമ്മുടെ ബാംബിനോ സ്കൂൾ എത്രാം ആനുവൽ ഡേ ആഘോഷിക്കുന്ന? എല്ലാവരും ഉറക്കാന്ന് പറഞ്ഞേ. 7. വാട്ട്സ് ദ pH വാല്യൂ ഓഫ് വാട്ടർ? വാട്ടറിന്റെ pH വാല്യൂ എത്ര? 7. വാട്ട്സ് ദി അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ? നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്ര? ഉറക്കെ പറഞ്ഞു. 7. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ അല്ലേ? 7. ഇന്ത്യക്ക് ലോക രാജ്യങ്ങൾക്കിടെ വലിപ്പത്തി എത്ര സ്ഥാനം? 7. സംശയമുണ്ടോ? ഞാനും ബിജുകുമാർ ജഡ്ജും ഒക്കെ പുണർതം നാളുകളാണ്. പുണർതം നാള് എത്രാമത്തെ നാളാണ്? 7. ഇങ്ങനെ 100 കാര്യം പറഞ്ഞാൽ 7 ആണ്. Can you share the names of BTS, all BTS members? What's your ambition? What would you like to be? Officer. You would like to be an IAS officer. You are going to write the civil service examination. Do you know who is the first rank winner of last year's civil service examination? ഉത്തരം പറയാൻ എനിക്ക് ശക്തി തരണേ എന്ന് ആലോചിച്ചാൽ മതി. ശക്തി ദുബൈ. ആരാണ്? ശക്തി ദുബൈക്കാണ് ഇത്തവണ IASന് 1ാം റാങ്ക് കിട്ടിയേക്കുന്നത് സിവിൽ സർവീസ്. അപ്പൊ സിവിൽ സർവീസ് ലക്ഷ്യമിട്ടിരിക്കുന്ന കുട്ടിയാണ് സ്റ്റേജിലോട്ട് വന്നാൽ ഗിവ് ഹർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അപ്പോ മോളു പറയൂ, BTSലെ കൊറിയക്കാരായിട്ടുള്ള 7 പേരുടെ പേര്. Kim Namjoon, കിം നഞ്ജോ, Kim Seokji, കിം സോക്ജെ, Min Yoongi, മിന്യോങ്കി, Jang Ho-seok, യങ് ഹോസോ, Park Ji-min, പാർക്ക് ജിമിൻ, Kim Chae-yoon, കിം തയോങ്. John Jungkook, മിന്യോങ്കിയുടെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? വിയുടെ മുഴുവൻ പേരെന്തോ? Kim Chae-yoon. കിം തയോങ്. വിയുടെ ബർത്ത്ഡേ എന്നാ? എന്റെ ബർത്ത്ഡേയും വിയുടെ ബർത്ത്ഡേയും ഒന്നു തന്നെ. ഡിസംബർ 30. നല്ലൊരു കൈ കൊടുത്ത കൊടയിങ്ങെടുക്ക. കേട്ടോ, ഇത്ര മിടുമിടുക്കിയായിട്ടുള്ള ആളാ വന്നേക്കുന്നത്. കൊറിയയിലുള്ള നമ്മുടെ നാവ് വഴങ്ങത്തില്ല അപ്പച്ച. മിന്യൂങ്കി എന്നൊക്കെ പറയാനൊക്കോ? എന്റെ വീട്ടിലെ പട്ടിക്ക് ഞാൻ പപ്പൂന്ന് പേരിട്ട്. എന്റെ മോള് വന്നിട്ട് പറഞ്ഞു ഇതേ അളിഞ്ഞ പേരൊന്നും നോക്കത്തില്ല, മിന്യൂങ്കി തിടാവുന്നത്. ഇപ്പൊ പട്ടിയെ വിളിക്കുന്ന മിന്യൂങ്കി ഇതാ. എല്ലാം മാറി. പിള്ളേർക്കെല്ലാം കൊറിയയിലൊക്കെ പോയാൽ മതി. അപ്പൊ നല്ലൊരു കൈയുടെ കൊടുത്തേ. ഇതാണ് ഐ ജനറേഷൻ. 2007 2008 2009 2010 2011 ജനിച്ച ആളാണ്. 2011 കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. നല്ലൊരു കൈയ്യടി. 2011 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 2ാം തവണ. 2011 തോമസ് ട്രാൻസ്ഫോമറിനാണ് സാഹിത്യ നോബൽ സമ്മാനം കിട്ടിയത്. 2011 പ്രത്യേകതയാണ്. ഏതായാലും ഈ മോക്കൊരു സമ്മാനം. ഐ ജനറേഷന്റെ പ്രത്യേകത പറയാൻ വേണ്ടി ഞാൻ ചോദിക്കാം, ഹു ഇസ് VD സതീശൻ? കേട്ടിട്ടുണ്ടോ? VD സതീശൻ കേട്ടിട്ടുണ്ട്. ഗോവിന്ദൻ മാഷെന്ന് കേട്ടിട്ടുണ്ട്? ഇല്ല. ഇല്ല. P പ്രസാദ് എന്ന് കേട്ടു? KN ബാലഗോപാൽ എന്ന് കേട്ടു? ഇല്ല. അമിത്ഷാ എന്ന് കേട്ടു? കേട്ടിട്ടുണ്ട്. CP രാധാകൃഷ്ണൻ എന്ന് കേട്ടു? ഫസ്റ്റ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ്. നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുത്തേ. അടുത്ത AK ആന്റണി എന്ന് കേട്ടു? K കരുണാകരൻ എന്ന് കേട്ടു? ഇല്ല. EK നയനാർ എന്ന് കേട്ടു? ഇതാണ് നമുക്കറിയാവുന്ന, ഇവർക്കും അറിയത്തില്ല. ഇവർക്കറിയാം. ഇത് കറന്നിട്ട് ചിരിക്കുന്ന കുറച്ച് അമ്മമാരുണ്ട്. അവരോട് ചോദിക്കാം, മിന്യൂങ്കി എന്ന് കേട്ടിട്ടുണ്ടോ? പാർക്ക് ജിമിൻ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ അടുത്താരായിരുന്നു? ജയ്ഹോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇവരെ ഈ അമ്മമാരെല്ലാം കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് മാത്രമേ അറിയാം. നമുക്കറിയാവുന്നതൊന്നും നിങ്ങൾക്കും അറിയത്തില്ല, നിങ്ങൾക്കറിയാവുന്നതൊന്നും നമുക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരു തലമുറയിൽ കൂടെ നമ്മൾ പോവാണ്. ഇത് മനസ്സിലാക്കാതെ ഇനിയിപ്പോ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്ന ചേട്ടന്മാര്
വി.ഡി. സതീശനെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദ മാഷിനെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവിടുന്ന് കൊറിയന്ന് മിന്യൂങ്കിയെ വിളിച്ചോണ്ട് പറഞ്ഞു, മിന്യൂങ്കി, അല്ലെങ്കിൽ അല്ലേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഈ മോള് വിജയിച്ചിരിക്കും ജീവിതത്തിൽ. എന്തുകൊണ്ടാ? ഇത്രയും പേര് ഇങ്ങനെ അറിയാവുന്നവരല്ല ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നു. പക്ഷേ മിടുക്കി കുട്ടി ഇങ്ങോട്ട് വന്നു, ഈ കൊട അങ്ങോട്ട് കിട്ടി, അഭിമാന സൂചകമായി കൊട. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഞാൻ പറയുന്നത് ഓരോ ആനിവേഴ്സറികളും വ്യത്യസ്തമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളായി മാറണം. വെറുതെ നമ്മൾ പാട്ടും ഡാൻസും മാത്രം കണ്ടുപോകരുത്. കുട്ടികളുടെ കൾച്ചറൽ ലിറ്ററസി കുറച്ചെങ്കിലും മാറണം. അങ്ങനെയാണ് ലോകം മുഴുവൻ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കൈയടി. അപ്പം മക്കളെ, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. പിന്നെ അറിയോ ഡൈഹാർഡ് ഫാൻ ഓഫ് BTS? 3-4 പേരെങ്കിലും പേര് പറഞ്ഞു. കിം തേയോങ്, കിം തേയോങ്, ജിമിൻ, പാർക്ക് ജിമിൻ, ജങ്കുക്ക്, ജങ്കുക്ക്, സുഗ. ഇതെല്ലാം കൊറിയക്കാരാണ്. വി.ഡി. സതീശ് എന്ന് കേട്ടു? കേട്ടിട്ടുണ്ട്, അറിയില്ല. ഏത് ഫീൽഡാ? MD വാസുദേവൻ നായർന്ന് കേട്ടു? MD വാസുദേവൻ റൈറ്റർ. നല്ലൊരു ഗൈഡ് കൊടുത്തേ. അപ്പോ AK ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ? EK നായനാർ എന്ന് കേട്ടിട്ടുണ്ടോ? അടൽ ബിഹാരി വാജ്പേയി എന്ന് കേട്ടു? അടൽ ബിഹാരി വാജ്പേയി. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് കേട്ടു? ഓക്കെ. അപ്പോ ഇതാണ് ലോകം ഇങ്ങനെ മാറിപ്പോയിരിക്കുകയാണ്. ആ ലോകം മാറി എന്നുള്ളത് നമ്മൾ രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം, അധ്യാപകർ മനസ്സിലാക്കണം. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് എ റാപ്പോ വിത്ത് ന്യൂ ജനറേഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്നാൽ ഞാനിങ്ങോട്ട് പറയുകയാണ്, വയലൻസ് വയലൻസ് വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്, ബട്ട് വയലൻസ് ലൈക്സ് മീ. ഐ കാന്റ് അവോയ്ഡ് ഇറ്റ്. ഏത് സിനിമയിലെ ഡയലോഗാ? KGF ചാപ്റ്റർ 2 റോക്കി ബായുടെ ഡയലോഗാ. ഇതാണ് ന്യൂ ജനറേഷൻ, അല്ലേ? അതെ, ഇവർക്കെല്ലാം കൈ നിറയെ സമ്മാനം. മോനെ ദാ, മോനും ദേടെ കൈ നിറയെ സമ്മാനം. ഇനി ന്യൂ ജനറേഷൻ ഇഷ്ടമുള്ള വിജയിയെ വരയ്ക്കണോ, മെസ്സിയെ വരയ്ക്കണോ? ഏതെങ്കിലും 3-4 ചിത്രം കൂടി ഞാൻ വരയ്ക്കുന്നു. ആരെ വേണമെന്ന് പറഞ്ഞാൽ മതി. ആരെ വേണം? വിജയ്, ക്രിസ്ത്യാനോ റൊണാൾഡോ അലർന്നോലൊന്ന് അലറാമോ? ഈ ഫെബ്രുവരിയിലായിരുന്നു റൊണാൾഡോയുടെ ജന്മദിനം. പറയാമോ? റൊണാൾഡോയുടെ ജന്മദിനം പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കൊട സമ്മാനം. അപ്പൊ ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 2 കാർട്ടൂൺ, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി 2 കാർട്ടൂൺ.
വരയ്ക്കുന്നതെല്ലാം ഇതിലെ വരച്ച 5 പേരുടെയെങ്കിലും പേര് പറയുന്ന ആളിന് ഒരു കൊട തരും, സമ്മാനമായിട്ട് തരും. അമ്മമാർക്കാണ് സമ്മാനം. സ്വാതന്ത്ര്യ സമരസേനാനികൾ അടക്കമുള്ള ആളുകളെയാണ് വരച്ചു പോകുന്നത്. ഒന്ന്, 8, 6, 9. വയലൻസ് 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 തലമുറ മാറിപ്പോയി. പുതിയതായിട്ട് ഇറങ്ങിയ ഏത് സിനിമ എടുത്തു നോക്കിയാലും വയലൻസ് ആണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ ബിജുകുമാർ ജഡ്ജ് ആദരണീയായ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് ജോലിഭാരമാണ്. കാര്യം ക്രിമിനൽസ് ആണ്. തന്തയും തള്ളയും അപ്പൂപ്പനെയും അമ്മൂമ്മയും എല്ലാം വെട്ടിക്കൊന്നിട്ട് പറയും സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്ന തലമുറ. ഇതൊക്കെ ഒരു വലിയ സാമൂഹ്യമായിട്ടൊരു ചേഞ്ചാണ്. ആ ചേഞ്ച് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയെ ഒരുപാട് എനർജി ഉള്ളവരാണ്. ചോര കൊണ്ട് സർബത്തുണ്ടാക്കി കുടിക്കാവുന്നതാണ്. ആവേശം സിനിമയിലെ ഡാൻസ്, ആവേശം സിനിമയിലെ നായകനെയും കഥാപാത്രത്തെയും വാഴ്ത്തപ്പെടുന്നു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പുറ്റുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാന എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് ഏറ്റവും ഇഷ്ടമുള്ള തലമുറയ്ക്ക് വേണ്ടി ഇതാ സിനിമ അനുകരിക്കാനല്ല, സിനിമ കാണാൻ വേണ്ടി മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് റോക്കി ഭായിയുടെ കൂടെ റോക്കിബായുടെ അടുത്ത സിനിമ ഇറങ്ങുന്നു. അപ്പോ തലമുറയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അമ്മമാരായാലും
പേരൻസ് എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, തീരെ കൊച്ചുകുട്ടികളുടെ സ്കൂളാണ്. പല കുട്ടികളും ഡാൻസ് ചെയ്താനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതി ആവേശം സിനിമയിലെ ഇത് വരയ്ക്കുന്ന സമയത്ത് രണ്ട് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഡാൻസ് ചെയ്യാനുള്ള കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഡാൻസ് ചെയ്യാവുന്ന ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നത് ഒരു ആഘോഷമാണ്. ഏതായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചിത്രം വരയ്ക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. ദേശീയഗാനം എഴുതിയ ടാഗോറിനെ വരച്ചുകൊണ്ട് ഇതിലെ സാധാരണഗതി 3000-ലേറെ ചിത്രങ്ങൾ എനിക്ക് മെമ്മറിയിൽ നിന്ന് വരയ്ക്കാൻ കഴിയും. മെമ്മറി ഈസ് ദി ബേസിസ് ഓഫ് ഓൾ വിസ്ഡം. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ടാഗോറിന്റെ ചിത്രം വരച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. എന്താ എന്റെ ചിത്രം എല്ലായിടത്തും വരയ്ക്കുന്നതാ. അപ്പോ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? പാട്ട് പാടുന്ന കുട്ടികളുണ്ടോ? അവർക്കൊക്കെ സമ്മാനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സ്റ്റേജിലോട്ട് വന്നാലേ നമുക്ക് സമ്മാനം കൊടുക്കാൻ കഴിയത്തുള്ളായിരുന്നു. ഏതായാലും ഒരു അമ്മമാരിൽ ആരെങ്കിലും, പേരൻസിൽ ആർക്കെങ്കിലും ഒരു സമ്മാനം. ഇവിടെ ഇത്രയും പേരെ വരച്ചതിനകത്ത് എത്ര പേരെ നിങ്ങൾ തിരിച്ചറിയുന്നു? ഇതാ ആ സമ്മാനം. അമ്മമാർ ഇങ്ങോട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഇതിന്റെ പാർട്ട്ണറിനെ ഒന്ന് വരയ്ക്കാം. രണ്ടുപേരെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാമായിരുന്നു. ആരാ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ അവരെ വരയ്ക്കാം. അതാ പെട്ടെന്ന് വരയ്ക്കാനുള്ള എളുപ്പമുഖം. നല്ലൊരു കൈയുടെ കൊടുത്തേ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീധർ, അദ്ദേഹമാണ് കേരളത്തിൽ മോണ്ടിസോറി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ സംവിധാനം തന്നെ കേരളത്തിൽ കൊണ്ടുവന്നത്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ശരിക്കും പറഞ്ഞാലേ നിങ്ങളെ ഗ്രേറ്റ് ലിസണേഴ്സ് ആർ ഗ്രേറ്റ് ലേണേഴ്സ്. നന്നായി കേൾക്കുന്നവരാണ് നന്നായിട്ട് പഠിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ചെക്ക് വെദർ യു ആർ ഗ്രേറ്റ് ലിസണേഴ്സ് ഓർ നോട്ട്. When I say one, you must not clap. You must clap twice. When I say two, you must not clap. When I say three, you must clap just once. Got it? Do you absolutely understand what I just told? मैं एक कहे तो आप लोग 2 बार ताली बजाओ. मैं 2 बोले तो ताली मत बजाओ. मैं 3 बोले तो सिर्फ 1 बार ताली बजाओ. Got it? മനസ്സിലായോ? ഞാൻ 1 എന്ന് പറഞ്ഞാൽ 2 തവണ കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ കൈയടിക്കേ വേണ്ട. 3 എന്ന് പറയുമ്പോ ഒറ്റ തവണ. മനസ്സിലായോ? മനസ്സിലാകാതെ മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് മനസ്സിലായോ? 1 2 3 2 3 2. ഏത് കുട്ടിയുടെ കലാപരിപാടി കാണുമ്പോഴും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. സുമനസ്സുകൾക്കുള്ളതാണ് കല. ഇവർ രണ്ടുപേരെയും ഞാനൊന്ന് വരയ്ക്കുന്നു. ആദ്യം എളുപ്പത്തിലുള്ള ഒരു മുഖം വരയ്ക്കുന്നു. ഓക്കെ, ഏത് വർഷമാണ് ജനിച്ചത്? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ ഡേറ്റ് പറഞ്ഞാൽ 1988. ആ ഇങ്ങോട്ട് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. 2004 ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ സമ്മാനം. ഓക്കെ, వడి త్వరపడి వస్తున్నా ఇదేమైనా సిగముడి విడిచిన శిఖరపు జల సిరిధారల్ని జటాజూటంలా ఢీకొని సవాలని తెగించి నీ వైపు దూసు
పుట్టుకొస్తున్న അങ്ങയുടെ ബർത്ത്ഡേ എന്നാണ്. When is your birthday? 7/6. ഇങ്ങോട്ട്. 7 ജൂണാണ്. ജൂൺ 7 എന്ന് പറഞ്ഞാൽ ലയൺസ് ക്ലബിന്റെ സ്ഥാപക ദിനമാണ്, ഫൗണ്ടേഷൻ ഡേ ആണ്. 7 ഇത് നമ്മുടെ 7ാം വാർഷികമാണ് ആചരിക്കുന്നത്. അപ്പൊ ഓർത്തോളൂ, ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടറിന്റെ pH വാല്യൂ 7 ആണ്, നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. മമ്മൂട്ടിയുടെ ജന്മദിനമെന്ന സെപ്റ്റംബർ 7 ഇദ്ദേഹത്തിന്റെ ജൂൺ 7. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജന്മദിനമെന്ന ജൂലൈ മാസം 7. റേഡിയവും പൊളോണിയവും കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ മാഡം ക്യൂറിയാണ്. 84th എലമെന്റ് ആണ് റേഡിയം, 84th എലമെന്റ് ആണ് പൊളോണിയം. 88 ആണ് റേഡിയം. ഇത് രണ്ടും കണ്ടുപിടിച്ച മാഡം ക്യൂറിയുടെ ജന്മദിനം നവംബർ 7. കമൽഹാസന്റെ ജന്മദിനം നവംബർ 7. പ്രേം നസീറിന്റെ ജന്മദിനം ഏപ്രിൽ മാസം 7. ലോകാരോഗ്യ ദിനം എന്നാന്ന് ചോദിച്ചാൽ 7, ഏപ്രിൽ 7. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. 7 ജനിച്ച ലയൺസ് ഡേ ആയിട്ടുള്ള ജൂൺ 7 ജനിച്ച ഇദ്ദേഹത്തെയാണ് വരയ്ക്കുന്നത്. മെയ് 7 ടാഗോറിന്റെ ജന്മദിനമാണ്. ഇദ്ദേഹത്തിന്റെ ജൂൺ 7. ഇതാ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വൈഫ് ബിന്ദു രാജേഷ്. കണ്ടാൽ എന്തോ വിചാരിക്കുമെന്നറിയോ? എത്ര നാളായി കല്യാണം കഴിച്ചിട്ട്? ഏത് ഡേ ആയിരുന്നു കല്യാണം? ഒരാളോട് ഞാൻ ഈയിടയ്ക്ക് ചോദിച്ചു മാരേജ് ഡേ എന്നാണ്. അപ്പൊ പുള്ളി പറയാൻ ദുരന്തങ്ങൾ ഞാൻ ഓർത്തു വെക്കാറില്ലെന്ന്. അങ്ങനെ പറയരുത്. ഇപ്പോ ബിന്ദു മാം വിചാരിക്കുന്നത് എന്തറിയോ? ഏത് വർഷമായിരുന്നു കല്യാണം? 95. ആ 30 വർഷമായിട്ട് ഞാൻ വരച്ച വരെ നിർത്താൻ നോക്കിയ മനുഷ്യനെ ഇന്ന് വരെ നിൽക്കാതെ ഒരു കാർട്ടൂണിസ്റ്റിന്റെ മുന്നിൽ വരച്ച വരെ നിൽക്കുന്നത്. ഇങ്ങനെ വിചാരിക്കോ? ഇല്ല. ഓക്കെ, ഏതായാലും നല്ലൊരു കൈഡി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. മോണ്ടിസോറി എന്ന മരിയ മോണ്ടിസോറി 1900-കളിൽ സ്ഥാപിക്കപ്പെട്ട വ്യത്യസ്തമായ കുട്ടികളുടെ ഫ്രീഡവും മെന്റൽ ഡെവലപ്മെന്റിനും വേണ്ടി കണ്ടെത്തിയ മോണ്ടിസോറി സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന, കേരളത്തിലേക്ക് പരിചയപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണനാണ് ഇദ്ദേഹം. Give him a big round of applause, please. Parents, please put your hands together. Give him a big round of applause. നല്ലൊരു കൈ കൊടുത്തേ. ഒപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന്റെ പരിപാടി മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, ബാക്കി കുട്ടികളുടെ പരിപാടിയും കൈയടിക്കണമപ്പ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ലോകത്തെ സ്വാർത്ഥരായ മനുഷ്യരെന്നായിരിക്കും ഞങ്ങളെല്ലാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് സ്വന്തം കൊച്ചിന്റെ പരിപാടി കഴിയുമ്പോൾ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകരുത്. ഈ സ്കൂളിലെ പേരന്റ്സ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും കൾച്ചർ ഈസ് എ കൺസേൺ ഫോർ അതേഴ്സ്. അവരനോടുള്ള കരുതലാണ് സംസ്കാരം. അങ്ങനെയുള്ള കരുതലുള്ള ഒരു മനുഷ്യന് മാത്രമേ, അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണന് മാത്രമേ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂള്, ബാംബിനോ സ്കൂൾ ഇവിടെ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. ദി വേർഡ് ബാംബിനോ മീൻസ് മെയിൽ ബോയ്, ബാംബിനോ മീൻസ് ബോയ്. അപ്പോ ഇതാ ഇദ്ദേഹത്തിന്റെ ഒരു രേഖാചിത്രം. ഇന്ത്യയിലെ ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ ചിത്രം എനിക്ക് വരയ്ക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഗോവയിലാണ് നേരത്തെ സ്കൂൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ ഒരു ഓഫർ നൽകുകയാണ്. ഗോവയുടെ മുഖ്യമന്ത്രിയുടെ പേര് പ്രമോദ് സാവന്ത്. ഗൂഗിൾ ഉണ്ടോ? ഞാനിപ്പോ 1 ലക്ഷം രൂപ തരും. ഡോക്ടർ പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ജനിച്ചത് ഏപ്രിൽ 24 ഞാൻ പറയുന്നു. ഏപ്രിൽ 24 അദ്ദേഹത്തിന്റെ ജന്മദിനം. തെറ്റാണെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ. താങ്കൾ ഗോവയിലായിരുന്നു എന്നല്ലേ എന്നോട് പറഞ്ഞു? അതെ. ഇപ്പം ഗൂഗിളിൽ നോക്കിയോ, പ്രമോദ് സാവന്ത് നോക്കിക്കോളൂ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഏപ്രിൽ 24 അല്ലെങ്കിൽ ഞാനിപ്പോ 1 ലക്ഷം രൂപ തരും. ഇയർ ഞാൻ ഓർക്കുന്നത് 1973 എന്നാണ് ഓർക്കുന്നത്. ഏതായാലും ബർത്ത്ഡേ ഏപ്രിൽ 24 അല്ലെങ്കിൽ 1,01,000 രൂപ താങ്കൾക്ക് ഇപ്പൊ തരും. നോക്കൂ, കറക്റ്റ് അല്ലെങ്കിൽ താങ്കൾ രക്ഷപ്പെട്ടു.
ശരിയാണോ? ഇല്ലെങ്കിൽ എന്റെ 1 ലക്ഷം പോയി. ശരിയാണോ? 1973 ആണോ? 73 പ്രമോദ് സാവന്തിന്റെ ജന്മദിനം. എനിക്ക് ഈ ലോകത്ത് 1 ലക്ഷത്തിലേറെ ആളുകളുടെ ജന്മദിനം കാണാതെ അറിയാം. ഇവിടെ ഇരിക്കുന്ന ബിജുകുമാർ മജിസ്ട്രേറ്റിന്റെ ജന്മദിനം എന്താണെന്ന് ചോദിച്ചാൽ 1976 ജൂൺ മാസം 28 സംശയമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ ജന്മദിനം, ഇളയ മകന്റെ ജന്മദിനവും ഇളയ രണ്ടുപേരുടെ ഇരട്ടകളുടെ ജന്മദിനവും ഡിസംബർ 19 ഇളയ ആളുകളുടെ. മൂത്ത ആളിന്റേത് സെപ്റ്റംബർ 17. ശരിയാണോ? മമ്മൂട്ടിയുടെ ജന്മദിനം സെപ്റ്റംബർ 7, കമലഹാസന്റെ ജന്മദിനം നവംബർ മാസം 7, മോഹൻലാൽ മെയ് മാസം 21. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ ജന്മദിനം 1985 ഫെബ്രുവരി മാസം 5. നെയ്മർ ജൂനിയറുടെ ജന്മദിനം ഫെബ്രുവരി 5. ഇനി അഭിഷേക് ബച്ചന്റെ ജന്മദിനം എന്ന് ഫെബ്രുവരി 5. ഇനി ആരുടെ ജന്മദിനം വേണം? ഇനി തുടരും സിനിമയ്ക്കകത്തെ നായിക ആരാ? ശോഭനയുടെ ജന്മദിനം മാർച്ച് 21. ഗൂഗിളിൽ നിങ്ങൾക്ക് നോക്കാം. മാതാപിതാ ഗുരു ദൈവം പോയി, മാതാപിതാ ഗൂഗിൾ ഗോഡ്. ഏതെങ്കിലും തെറ്റാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ ആളിന് സമ്മാനം. ഓക്കെ, ഗൂഗിളിൽ നോക്കിക്കോളൂ. മെസ്സിയുടെ ജന്മദിനം ജൂൺ 24. വിജയുടെ ജന്മദിനം 1974 ജൂൺ 22. മെമ്മറി ഈസ് ദി ബേസിസ് ഓഫ് വിസ്ഡം. അതുകൊണ്ട് ഇതാ ഇദ്ദേഹത്തിന്റെ ചിത്രം വരച്ചുകൊണ്ട് ഇദ്ദേഹം നോക്കിയോ. രണ്ടുപേരും ഇവിടെ നിന്നോളൂ. രണ്ടുപേർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. മരിയ മോണ്ടിസോറി എന്ന വിദ്യാഭ്യാസ വിചക്ഷണയുടെ സ്വപ്നം കേരളത്തിൽ സാഫല്യമാക്കിയ 2 മഹത് വ്യക്തികളാണ്. രണ്ടുപേർക്ക് നല്ലൊരു കൈയ്യടി. അപ്പൊ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നോളൂ. 7ാമത്തെ ആനുവൽ ഡേ ആണ്. 7 എന്ന് കേൾക്കുമ്പോൾ ദേശീയ ഗാനം ചൊല്ലി ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ദേശീയ ഗാനം എഴുതിയ ആളിനെ വരച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതൊന്ന് ഏതെങ്കിലും ഒരു ചിത്രം ഒന്ന് വായിച്ചോളൂ. ഏതെങ്കിലും ഒരു ചിത്രം, അല്ലെ 2 വായിച്ചോളൂ. ഫോട്ടോ എടുത്തല്ലോ, എല്ലാവരും ഫോട്ടോ എടുത്തല്ലോ. ഓക്കെ, അപ്പോ പെട്ടെന്ന് വായിക്കണേ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. 7ൽ നിന്ന് ടാഗോറിനെ വരച്ചുകൊണ്ട് 7ാമത്തെ ആനിവേഴ്സറിയാണ്. ടാഗോറിനെ 7ൽ നിന്ന് വരയ്ക്കാൻ കാരണമുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചതും അന്തരിച്ചതും 7-ാം തീയതിയാണ്. മെയ് 7 അദ്ദേഹത്തിന്റെ ജന്മദിനം. 1861 മെയ് 7. അദ്ദേഹം അന്തരിച്ചത് 1941 ഓഗസ്റ്റ് 7. ജനിച്ചതും അന്തരിച്ചതും 7 ആയതുകൊണ്ട് 7ൽ നിന്ന് ടാഗോറിനെ വരച്ചുകൊണ്ട് 7ാമത്തെ ആനിവേഴ്സറിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആനുവൽ ഡേ ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാഗോറിന്റെ പിൻ ഡ്രോപ്പ് സൈലൻസ്, ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ 4 വരികൾ ചൊല്ലിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. Where the mind is without fear and the head is held high, where knowledge is free, where world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches his arms towards perfection, where the clear stream of reason has no lost his way into dreary desert, sand of dead habits, where the mind is led away by thee into ever-burning thought and action, into that heaven of freedom. My father, let my country awake. My father, let my country awake. എന്റെ പിതാവേ, എന്റെ രാജ്യത്തെ ഉണർത്തണമേ. എന്റെ രാജ്യം ഉണരണമെങ്കിൽ ഇതുപോലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടാകണം, ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാകണം, എഡ്യൂറ്റൈൻമെന്റ് രീതിയിലുള്ള പഠന രീതി ഉണ്ടാകണം. എഡ്യൂക്കേഷൻ ത്രൂ എന്റർടൈൻമെന്റ് ആണ് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി. അതിനെല്ലാവിധമായ ആശംസകളും. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ, അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന മഹാമനുഷ്യരുണ്ടാവട്ടെ. ഐ bow my head before you all parents. Thank you very much indeed. I am signing off from my show. I am Jitershi. Please follow my Insta page, Jitershi. You search on Google, Jitershi, world's fastest cartoonist. Thank you very much indeed. Thank you so much, sir. Thank you for that wonderful and inspiring performance. We're truly grateful for this beautiful experience. Thank you.